എന്ന പോലെ തന്നെ മക്കളെ ഇതുപോലെ വഷളാക്കാൻ പാടില്ല. അങ്ങനെ വഷളാക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടികളെ വഷളാക്കുക, ഇപ്പോൾ ഏത് സ്ഥലത്തിട്ടിട്ട് എൻ്റെ മോനല്ല, എൻ്റെ മോനേക്ക് ഇപ്പോൾ എന്തും ചെയ്യാലോ, എന്തും പറയാലോ എന്ന് കരുതി. ശരിയാണ്, നിങ്ങളെ മോനാണ്, നമുക്ക് എന്തും പറയാം ചെയ്യാം. പക്ഷേ ആ കുട്ടിക്ക് ഒരു അഭിമാനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ആ ജനമധ്യത്തിലിട്ടിട്ടോ ആളുകളുടെ ഇടയിലിട്ടിട്ടോ അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിൽ നമ്മൾ പറയാൻ പാടില്ല. അവനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പറയേണ്ടത്. ഇത് എൻ്റെ മോനാണ്, ഇപ്പം നല്ല കുട്ടിയാണ് എന്ന് നമ്മൾ പറയണം. ഇവ ലോക കുരുത്തക്കര, അവനൊന്നിനും പറ്റില്ല എന്ന രൂപത്തിൽ ആളുകളുടെ ഇടയിലിട്ട് പറഞ്ഞാൽ ആ കുട്ടി അന്ന് മുതൽ കുരുത്തക്കര ആരംഭിക്കും. കാരണം എൻ്റെ ലൈസൻസ് വാപ്പൻ്റെ അടുത്ത് കിട്ടി, അതിന് സാക്ഷികൾ നാട്ടുകാർ മൊത്തം ഉണ്ട്. കണ്ടോ, അങ്ങനെ ഉണ്ടാവുക. എന്ന പോലെ തന്നെ ഇങ്ങനെ വരുമ്പോഴാണ് തിരിച്ചിങ്ങോട്ടും പരിഹാസങ്ങളും വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ടും പരലോടും എപ്പോഴും ഇങ്ങനെ ഇവരോട് മക്കളോടും ഭാര്യമാരോടും ഈ രൂപത്തിൽ സംസാരിക്കുമ്പോൾ, എപ്പോഴും കളിയാക്കലാകുമ്പോൾ, എപ്പോഴെങ്കിലൊക്കെ വാപ്പിയും ചിലപ്പോൾ ഒന്ന് വഴുക്കി വീഴാൻ സങ്കല്പിച്ചോളി, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണ്. തിരിച്ചിങ്ങോട്ടും കളിയാക്കലും പരിഹസിക്കലൊക്കെ ഇങ്ങോട്ടും വരും. അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത് അതാ തിരിച്ചിങ്ങോട്ട് കിട്ടുക. അങ്ങോട്ട് പരിഹസിച്ചാൽ അങ്ങോട്ട് പരിഹാസം, അങ്ങോട്ട് ബഹുമാനം കൊടുത്താൽ അങ്ങോട്ട് ബഹുമാനം. നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ, ആമിലഹ കബിമാ തുഹിബ്ബു ആമിലക്. നിങ്ങൾ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ അങ്ങോട്ട് പെരുമാറണം. ഇത് നമ്മൾ നേരത്തെ പഠിച്ച വിഷയമാണ്. അപ്പോൾ ഒരു വിഭാഗത്തിനെയും കളിയാക്കാനോ വഷളാക്കാനോ അല്ലെങ്കിൽ അവരെ നിന്ദിക്കാനോ പരിഹസിക്കാനോ പാടില്ല. അത് കടുത്ത ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കുമാറാവട്ടെ.